പിങ്ക് നിറത്തിലുള്ള വൃത്തത്തിനകത്തുള്ളതാണ് ബൊഗെയിൻവില്ലയുടെ യഥാർത്ഥ പൂവ്. ആ ചുവപ്പ് മാർക്കിട്ട് വെച്ചിരിക്കുന്നത് യഥാർത്ഥ പൂവല്ല, അത് നമ്മൾ കടലാസ് പൂവെന്ന് പറയും. കാരണം കടലാസ് പോലെ നേർത്തതാണ്, കണ്ടാൽ പൂവാൻ തോന്നും, ഭംഗി കൂടുതൽ അതിനാണ്. ഈ പൂവ് ഇതിപ്പോൾ ഞാൻ സൂം ചെയ്തെടുത്തിട്ടുള്ള വ്യൂ ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും കാണുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ കുറ്റി പോലെ കാണുള്ളൂ. നമ്മൾ പറയുന്ന കടലാസ് പൂവിൻ്റെ ഉള്ളിൽ ചെറിയ കുറ്റികൾ കാണും, അതാണ് ശരിക്കുള്ള പൂക്കൾ. മറ്റത് രൂപപരിണാമം വന്ന ഇലകൾ, സെപ്പൽസോ അങ്ങനെ എന്തോ ആണത്, ശരിക്കുള്ള പൂവല്ല. പിന്നെ ഈ അടുത്തെവിടെയാണ്ട് വായിച്ചു, ഈ പൂവിൽ ചെറിയ കുഞ്ഞ് വിത്തുകൾ ഉണ്ടാവുമെന്ന്. അത് നട്ടാൽ മുളയ്ക്കുന്നൊക്കെ ചിലർ എഴുതി കണ്ടു. പക്ഷെ ഞാനിതുവരെ അങ്ങനെ കണ്ടിട്ടില്ല, നട്ട് നോക്കിയിട്ടുമില്ല. ഇതിനകത്ത് വിത്തൊന്നും ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുമില്ല. ഒരുപാട് കാലമായി ബൊഗെയിൻവില്ല കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും തരം ബൊഗെയിൻവില്ലയിൽ വിത്തുണ്ടാവുകയും ആ വിത്തിൽ നിന്ന് ചെടി മുളയ്ക്കുകയും ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. പക്ഷേ എനിക്കനുഭവമില്ല. നമ്മൾ സാധാരണ കമ്പ് മുറിച്ച് നട്ടിട്ടാണ് ബൊഗെയിൻവില്ല ഉണ്ടാക്കാറ് പണ്ടൊക്കെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, നഴ്സറിയിൽ പോയിട്ട് ചെടിച്ചട്ടിയിൽ നിന്ന് റെഡിമെയ്ഡ് പൂക്കളുള്ള ചെടി നോക്കി വാങ്ങിച്ചു കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പൂവൊക്കെ കൊഴിഞ്ഞു പോവും. പിന്നെ ആ വഴിക്കേ കാണില്ല പൂവ്. അപൂർവം ഇങ്ങനെ ഒന്നോ രണ്ടോ ചെടിയിലൊക്കെ, ഇവിടെ ഒരു 10-25 ബൊഗെയിൻവില്ല ചെടികളെങ്കിലും കാണും. അതിൽ പൂവുള്ളത് ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ. പക്ഷെ വാങ്ങിക്കൊണ്ടിരുമ്പോൾ എല്ലാറ്റിലും കൊലകൊലയായിട്ട് ധാരാളം പൂക്കളുണ്ടായിരുന്നു.